Hello everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുട്ടി ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഒരു 6 മണി 6:30 ആകുമ്പോഴെങ്കിലും ഇറങ്ങണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ നോക്കുമായിരുന്നു. ചുട്ടു രാത്രി ഉറങ്ങിയപ്പോൾ തന്നെ സമയം നല്ല ലേറ്റായി. അവൾ 1 മണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങുക തന്നെ ചെയ്തത്. സോ പിന്നെ നേരത്തെ തന്നെ എഴുന്നേറ്റു. അങ്ങനെതാ ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊച്ചിയിലേക്ക് ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ട് പോകുമായിരുന്നു. ഇതിൽ വേറെ കാര്യമായ കണ്ടൻ്റ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. കാരണം കറങ്ങാനോ ഒന്നും അങ്ങനെ സൈറ്റ് സീയിങ്ങും കാര്യങ്ങളും ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലേറ്റായിട്ട് ഉറങ്ങി വേഗം എഴുന്നേറ്റുകൊണ്ട് തന്നെ വണ്ടി കയറിയ പാടെ ചുട്ടു പാല് കുടിച്ച് ഉറങ്ങി. ഞാനും കുറച്ച് സമയം ഒന്ന് കണ്ണടച്ചു. ദെൻ അങ്ങനെ എൻ്റെ ഒരു നാപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പം എവിടെ നിന്നാണ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതെന്ന് ഇങ്ങനെ ഞങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ദോശയും മീൻസ് പ്യുവർ വെജായിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് ആയിരുന്നു രാവിലെ തന്നെ. നോൺ വെജ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ മലപ്പുറം കോട്ടക്കലിലെത്തിയപ്പം നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു ഗൂഗിൾ തപ്പി പിടിച്ചിട്ട്. ഹോട്ടൽ വെങ്കടേശ്വര അങ്ങനെയായിരുന്നു ആ ഹോട്ടലിൻ്റെ പേരുണ്ടായിരുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് സാധാരണ നമ്മളെ നാട്ടിൽ ഇത്രയും അടിപൊളിയായിട്ട് പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ്സ് ഞാൻ കഴിച്ചത് ഭയങ്കര കുറവാണ്. നമ്മുടെ കണ്ണൂരുള്ള ദക്ഷിണയൊക്കെയാണ് ഞാൻ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ടേക്ക് കോഫി ഹൗസൊന്നും ഇപ്പോൾ പണ്ടത്തെ പോലെയേ അല്ല, ഭയങ്കര ബോറാണ് ഫുഡൊക്കെ. അപ്പോൾ ഇത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള എന്താ പറയുക ഗീ റോസ്റ്റും വടയും ഒക്കെ ആയിരുന്നു. ഞാൻ ഒരു ഗീ റോസ്റ്റും പിന്നെ വടയും ചട്നിയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായത്. സാമ്പാർ അത്ര വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഇലയൊക്കെ വടിച്ച് നല്ല സൂപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഷുട്ടൂന് ഞാൻ ഓൾറെഡി റാഗി പ്രിപ്പയർ എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോൾ. അവൾ പുറത്തുനിന്ന് അങ്ങനെ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ ഞാൻ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് മടിയാണ്. ആകെ അവൾ മര്യാദയ്ക്ക് കഴിക്കുന്ന സാധനം ബിരിയാണിയാണ് പുറത്തുനിന്ന്. സോ അങ്ങനെ അവളെയും ഫീഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും പോവുകയാണ്. ആളിപ്പോഴാട്ടോ ഉറങ്ങി എഴുന്നേറ്റത്. ഇനിയിപ്പോൾ എന്തായാലും അങ്ങ് എത്തുന്നവരെ മൂപ്പർക്ക് പാലുകൂടിയും ഉറക്കവും തന്നെയായിരിക്കും മെയിനായിട്ട്. ഞാൻ എയറോറൂട്ട് ബിസ്ക്കറ്റൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറിയ പഴമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഡ്രൈവ്. വണ്ടിയിൽ ഇവളെ അടക്കി കുറച്ച് എൻഗേജ് ആക്കി ഇരുത്തുക എന്ന് പറയുന്ന വലിയ ടാസ്ക് കേട്ടോ. ഭയങ്കരമായിട്ട് ഉപദ്രവകാരിയാവും. ഇതാ ഇപ്പം തന്നെ കണ്ടില്ലേ, എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് ഭയങ്കര സീനാണ്. ആകെ അത്ര മുടിയേ ഉള്ളൂ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ അവൾ അലമ്പാക്കി കൈ തരും.
ഞങ്ങൾ എത്താറായിട്ടുണ്ട്. എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ ഭയങ്കര ലേറ്റായിട്ട് ഉറങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും കോഫി കുടിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത്. പക്ഷേ അതിപ്പം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എവിടെന്നെങ്കിലും ഒരു കോഫി കിട്ടുമെന്ന് നോക്കി അങ്ങനെ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് കുറച്ചും കൂടി എനർജി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ കാപ്പി കുടിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഞങ്ങളുടെ ഡേ 2 ആട്ടോ. ആൾക്ക് റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ താഴെ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന അപ്പാർട്ട്മെൻറ്റ് താഴെ കുറച്ച് ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഇറക്കിയതാണ്. അപ്പോൾ ഇതും അവിടെ അങ്ങനെ സ്റ്റേക്കേഷൻ വന്നിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയാട്ടോ. ഭയങ്കര ഫണ്ണായിരുന്നു ആളുടെ കാര്യം. അവൾക്ക് ചെറിയൊരു കുഞ്ഞുവാവയൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുവാവയുടെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് സമയം കളിച്ചതിന് ശേഷം ഞങ്ങളിങ്ങനെ ചുമ്മാ ഞങ്ങളെ കാറിൻ്റെ അടുത്തേക്ക് ഒന്ന് നടന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഷുട്ടൂപ്പ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉണ്ണിവാവോ പാടി എന്നെ കൊഞ്ചിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഭയങ്കര രസമാണ് അവൾ പാടുന്ന കാണാൻ വേണ്ടിയിട്ട്. ഓരോ പാട്ടായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മൂളി മൂളി പാടി വരുന്നുണ്ട് ആൾ. നോക്കാം. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല ദോശയും ആട്ടയൊക്കെ കഴിച്ച് ഞങ്ങൾ റിട്ടേൺ വരിക കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. എന്നാൽ മാത്രമേ ഇവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരമെങ്കിലും വീട്ടിലെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റുകൊണ്ട് തന്നെ ചുട്ടു കറി കയറി പാൽ കുടിച്ച് അപ്പം തന്നെ പിന്നെ ഉറക്കായി. പിന്നെ അങ്ങനെ ഞങ്ങളൊരു ഈവനിങ് ആയപ്പോഴൊക്കെ വീട്ടിലെത്തി. അത് അധികം ലേറ്റ് ആവണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ യാ, അപ്പോൾ രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ എവിടുന്നെങ്കിലും ചായ കിട്ടുമോ എന്ന് ആലോചിച്ച് ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം ഒരു കടയിൽ എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഇത് കാണുമ്പോൾ എപ്പോഴും നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ വാങ്ങിക്കഴിക്കുന്ന ഒരു നൊസ്റ്റു അടിച്ചിട്ട് എപ്പോഴും ഞാൻ ഇപ്പം വാങ്ങിക്കാറുണ്ട്. ആക്ച്വലി ഇത് കഴിക്കുന്ന അത്ര നല്ലതല്ല. പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഡയറ്റും കാര്യങ്ങളും ഒന്നും നോക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് കഴിക്കും. കാരണം പുറത്തൊന്നും നമുക്ക് ഭയങ്കര ഓപ്ഷണലായിട്ടാണല്ലോ ഫുഡ് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ട്രിപ്പിലുണ്ടല്ലോ എനിക്ക് ശരിക്കും എല്ലാ ഫുഡും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് മോശമില്ലാണ്ട് എനിക്ക് കിട്ടിയെന്ന് തന്നെ പറയാം. ചായ ഉണ്ടായിരുന്നില്ല ആ കടയിൽ. സോ ഞങ്ങളൊരു പൈനാപ്പിൾ ജ്യൂസും ആ സംഭവവും വാങ്ങിച്ചിട്ട് കഴിച്ചു. ഷുട്ടൂന് കോൾഡ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ അത്ര കൊടുത്തില്ല. പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ആൾക്ക് അത്ര ഇഷ്ടമല്ല, കുറച്ച് പുളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് അവൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉച്ചയ്ക്ക് നല്ലൊരു ബിരിയാണി കഴിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ
ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പൊന്നാനി ഉള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ്, ഉറി എന്നാണ് ആ റെസ്റ്റോറൻറ്റ് പേര്. ഹൈവേയിലല്ല വരുന്നത്, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷേ ആംബിയൻസ് കണ്ടിട്ട് ഞാൻ ഫുഡ് എങ്ങനെയായിരിക്കും എന്നുള്ള ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഇങ്ങനത്തെ മട്ടിൻ്റെ സംഭവത്തിലാട്ടോ എല്ലാം സെർവ് ചെയ്യുന്നത്, എവറിത്തിങ് സെർവ് ചെയ്യുന്നത് ഇങ്ങനത്തെ സംഭവത്തിലാണ്. അപ്പോൾ ഞങ്ങൾ അവരുടെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, നല്ല ചട്ടിയിൽ ചട്ടിച്ചോറ് പോലെയാണ് എല്ലാ ബിരിയാണിയും സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ കാഴ്ചയിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി ബിരിയാണി ആയിരുന്നു. സ്പെഷ്യൽ ബിരിയാണി ആയപ്പോൾ എങ്ങനെ ഞാൻ ജസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ എന്തെങ്കിലും സ്പെഷ്യൽ കൂട്ടോ അങ്ങനെ മസാലയിലെ ടേസ്റ്റ് വ്യത്യാസമാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, സാധാരണ ബിരിയാണിയിൽ നമുക്കൊരു ചിക്കൻ ഫ്രൈയും പിന്നെ കുറച്ച് ബീഫ് വരട്ടിയതും കൂടെ അവർ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ചമ്മന്തി, നമ്മുടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സൈഡായി നീ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകും. ഷുട്ടു ബിരിയാണി തിന്നിനോ? ബിരിയാണി തിന്നിനോ? എങ്ങനെയുണ്ടേനു? സൂപ്പർ അല്ലേനോ? സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ട്രാവൽ തുടങ്ങിയിട്ട് നല്ല ചൂടായിരുന്നു. അപ്പോൾ എൻ്റെ ബിരിയാണിയിൽ ബാക്ക് ടു മൈ ബിരിയാണി. ആൻഡ് അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. സ്പെഷ്യൽ ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടെ റേറ്റൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഇല്ല, 180 ആയിരുന്നു ഒരു ബിരിയാണി പെർ പേഴ്സൺ. 180 ആയിരുന്നു അവർ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി. ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു, അടിപൊളി ഫുഡ്. എനിക്ക് ആ ആംബിയൻസും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും പൊന്നാനി വഴി പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എന്തായാലും കിട്ടും. ഉറി ട്രഡീഷണൽ റെസ്റ്റോറൻറ്റ് എന്നാണ് സംഭവത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ബിരിയാണി എന്ന് തന്നെ പറയാം. അടിപൊളിയായിരുന്നു. അങ്ങനെ ഗായ്സ്, നമ്മൾ വന്ന് കൊയിലാണ്ടി എത്തി. ഷുട്ടു നല്ല ഉറക്കമാണ്. സോ വി ആർ ഹിയർ ഫോർ ടീ കുടിക്കാമെന്ന് വിചാരിച്ചു, ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ കുടിച്ചതാ ചായ. സോ ചായ അല്ലെങ്കിൽ കാപ്പി എന്തെങ്കിലും ഒന്ന് ഞാൻ കുടിക്കും. അങ്ങനെ ഇതാ എൻ്റെ കട്ട്ലേറ്റ് വന്നു. കട്ട്ലേറ്റ് നല്ലതാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സംഭവമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഒഫീഷ്യലായിട്ട് ഒരു കാര്യത്തിന് പോയതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ പുറത്തൊന്നും അങ്ങനെ കറങ്ങാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ട്രാവൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ സ്റ്റേക്കേഷനായിട്ട് വേറൊരു ദിവസം പോകാമെന്നുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ ചുമ്മാ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതൽ എനിക്ക് വേറെ ഷോർട്സൊന്നും അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കാപ്പി വന്നിട്ട് കാപ്പി വന്നിട്ട് ഞാൻ കാപ്പിയും കട്ട്ലേറ്റും കഴിക്കട്ടെ. ചായ അത്ര കൂടുതലില്ല ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോറി. കോഫി പൗഡറിൻ്റെ കുറവാണോ അല്ലെങ്കിൽ ഐ തിങ്ക് പാൽ ഇച്ചിരി കുറവാണ്. കോഫിയിൽ എനിക്ക് നല്ലപോലെ പാലിട്ട് ബ്രൂ കോഫി മാത്രമായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്ന ഇഷ്ടം. ഇതിൽ ഫുള്ള് വെള്ളം മാത്രമേ ഉള്ളൂ. ഫ്ലോപ്പ്. But cutlet was really nice. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ
അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്താറായിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സോഫാർ ഞങ്ങൾ വേഗം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ വടകര എത്തിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഒന്ന് ബ്ലോക്ക് കിട്ടി. എന്നാലും ഒരു 6:30-7 മണിക്കുള്ളിൽ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ ഇപ്പം വീട്ടിലെത്തി. സമയം ഏകദേശം നല്ല സമയമായി തോന്നുന്നു. എന്തായാലും ഒരു 7 മണി ആവാറായിട്ടുണ്ട്. ഇനി കുളിക്കണം. കുറേ ലഗേജും സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തു വയ്ക്കണം. കുറേ കഴുകാനുള്ളതുണ്ട്. അതൊക്കെ റെഡിയാക്കി സോർട്ട് ചെയ്തൊക്കെ വയ്ക്കണം. സോ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഗുഡ് നൈറ്റ്.